ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ? ഇതാ കുറച്ച് നല്ല ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആ ചെമ്മീൻ വെച്ചിട്ടേ നമുക്ക് ഒരു ചെമ്മീൻ ഫ്രൈ ആ, പക്ഷെ നമ്മളത് ഈർക്കിലിയെ കുത്തിയാ പൊള്ളിക്കുന്നത്. അതിന്റെ ആ വായ്ഭാഗവും കുടലും ഒക്കെ, അല്ലെങ്കിൽ ആ നൂലൊക്കെ വലിച്ചെടുത്തിട്ട് നമ്മുടെ തൊണ്ടൊക്കെ വെച്ചിട്ട് തന്നെ നമ്മള് ഒരു ഈർക്കിലിയെ കുത്തി നമ്മളൊരു ഫ്രൈ എന്ന് നമ്മൾ ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കും അല്ലെ. അപ്പൊ ഇങ്ങനെ അട്ട ചുരുളുന്ന പോലെ ചുരുണ്ട് ഇങ്ങനെ ഇരിക്കും. അപ്പൊ നമുക്ക് ഇങ്ങനെ ഈർക്കിലിയെ കുത്തി ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചാൽ നമുക്ക് വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുമ്പോഴത്തേനും നല്ല രസമായിരിക്കും. എങ്ങനെയാണെന്ന് നോക്കാം, വായോ. ആദ്യം തന്നെ നമുക്ക് ഒരു മസാല ഉണ്ടാക്കണം. സിമ്പിൾ മസാലയാ. കുറച്ച് മുളക് പൊടി, കാശ്മീരി മുളക, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു ഒരു അര സ്പൂൺ പെരുംജീരകം, ഒരു പിഞ്ച് കുരുമുളക്, 3 കഷ്ണം ചെറിയുള്ളി, പിന്നെ കുറച്ച് കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി, ഒരു 3-4 കഷ്ണം വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിവേ. പിന്നെ എന്നാ ചെയ്യുന്നറിയോ, നമ്മള് ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആയിക്കൊണ്ടുവരിക. മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ ഒരു ലേശം ഇട്ടോ, നല്ലതാ. പക്ഷെ എൻ്റെ കയ്യിൽ ഇപ്പം മല്ലിച്ചപ്പില്ല, അതുകൊണ്ട് ഞാൻ ഇടാത്താണ്. അപ്പൊ ഉണ്ടെങ്കിൽ ഒരു ഇത്തിരി ഇട്ടു നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുത്തോണ്ട് വരാവേ. എന്നിട്ട് നമുക്ക് മീനയിലൊക്കെ പുരട്ടി വെച്ചിട്ട് ബാക്കി പറഞ്ഞു. കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. വിനാഗിരി അല്ലെങ്കിൽ ചെറുനാരങ്ങ നീര്. ഞാനിപ്പോ കുറച്ച് വിനാഗിരി ഒഴിച്ചു. നന്നായിട്ട് അരയ്ക്കാം. ഒരു ഇച്ചിരി വെള്ളം കൂടെ ചേർത്ത് അരയ്ക്കുവാണെങ്കിൽ നല്ല പേസ്റ്റ് ആക്കി കിട്ടും കേട്ടോ. നമ്മൾ അരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്നാ ചെയ്യുന്നറിയോ, നമ്മുടെ ചെമ്മീനൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ ഈർക്കിലൊക്കെ കുറച്ച് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ ചെമ്മീനിൽ കുത്തണം. എവിടെ നിന്നാണെന്നറിയോ കുത്തി തുടങ്ങുന്നത്? ഈ താഴേന്ന് കുത്തണം കേട്ടോ. ഇങ്ങനെ ഓരോ ചെമ്മീനയിലും നമ്മളിങ്ങനെ കുത്തി കൊടുക്കുക. അപ്പൊ തന്നെ നേരെ നിൽക്കുന്നുണ്ട്. നമ്മുടെ ചെമ്മീനയിൽ ഈർക്കിലിയൊക്കെ കുത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാല വരട്ടാവേ. നമ്മുടെ കോൺഫ്ലവർ ഇല്ലേ, ഇതാ ഇച്ചിരി കോൺഫ്ലവർ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കുടഞ്ഞു കൊടുക്കണം. ഓക്കെ. കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ടെ കേട്ടോ. അതിന് ശേഷം നമുക്ക് വറുത്തെടുക്കാം. ഇനിയില്ലേ, നമുക്കൊന്ന് ചെമ്മീൻ വറുത്തെടുക്കാം. 20 മിനിറ്റൊക്കെ കഴിഞ്ഞു കേട്ടോ. എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ചെമ്മീനെ പിടിച്ച് ഓരോരുത്തരെ ഇങ്ങോട്ടങ്ങ് ഇട്ടേക്കാം. കണ്ടോ, നമ്മുടെ മീനൊക്കെ ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇനി അടുത്ത സൈഡ് ഇങ്ങനെ തിരിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ചെമ്മീൻ ചട്ടി കിടന്നതാ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ചെമ്മീനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. കണ്ടോ, നമ്മുടെ ചെമ്മീൻ ഈർക്കിലിയാൽ കുത്തി പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പൊള്ളിച്ചല്ല, ഫ്രൈ ചെയ്ത്. നല്ല രസമുണ്ട് കാണാനും കഴിക്കാനും. നല്ല രസമാട്ടോ. ഇങ്ങനെ ഈ തൊലിയടക്കം കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാക്കിയാൽ മതി. ഇല്ലാത്തവർ അയ്യേന്നൊന്നും വെക്കരുത്, ഭയങ്കര ടേസ്റ്റാണ്. വെറൈറ്റി ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്, തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുകയും വേണം.
എന്താ രസമാണെന്ന് അറിയോ ഇങ്ങനെ കഴിക്കാൻ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം പറയണേ. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, നല്ലതാന്നേ. ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ വേണമല്ലോ. ഇതാ കഴിച്ച് കാണിച്ചു തരാം. എനിക്ക് കണ്ടോ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. ചെമ്മീനൊക്കെ ഫ്രൈ ആക്കി വെച്ചാൽ ഇങ്ങനെ ചുരുണ്ട് പോകത്തില്ലേ, ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് വെറുതെ ഇങ്ങനെ കടിച്ചു പറിച്ച് കഴിക്കണം. ആഹാ, നല്ല എരിവും. ഇച്ചിരി എരിവ്, ഇച്ചിരി മുളക് കൂട്ടിയിട്ട് എന്നാന്ന് പറയാം, അതിന് തൊണ്ടടക്കമാണല്ലോ, ഉള്ളിലോട്ടൊക്കെ മസാല കയറണ്ടേ. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്തോ മസാല. പക്ഷെ അടിപൊളിയാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.